ഒരു കിതാബിലും ഇല്ലതാനും, ഒരു കിതാബിലുമില്ല, എവിടെയുമില്ല. ഒരു സ്വഹാബി വന്ന് നബിയുടെ ഖബറിൽ വന്നിട്ട് നബിയെ മഴയ്ക്ക് വേണ്ടി തേടണം എന്ന് പറഞ്ഞു. ലോകത്തിലെ കിതാബിലും ഇല്ല, എവിടെയുമില്ല, തീർത്ത് പറയുന്നു. അത് കാഞ്ഞങ്ങാടും പറഞ്ഞു. ഇനി സുർഖാനി ഉണ്ട് കണ്ടിട്ട് കാര്യമില്ല, സുർഖാനികൾ മുഴുവൻ വായിച്ച പൊളിയും. സുർഖാനി ഉണ്ട്, നിങ്ങൾ പിന്നെ മൂവാറ്റുപുഴന്ന് ഈരാറ്റുപേട്ടെന്ന് അലവി സഖാഫി പറഞ്ഞിപ്പിച്ചതല്ലേ, അത് ഫുള്ള് വായിച്ച അതാണ് പൊളിയും. അങ്ങനെയൊന്നും ഇല്ല മുസ്ലിയാരെ. എന്തിനാ വെറുതെ? ഇസ്ലാമിന്റെ വിശ്വാസം സ്ഥാപിക്കാനാണല്ലോ. ഇസ്ലാമിൽ ഒരു വിശ്വാസം സ്ഥാപിക്കാനാ. റഹ്മാനായ റബ്ബിനോട് മാത്രം തേടണമെന്ന് ആയത്തും ഹദീസും ഉദ്ധരിച്ച് സംസാരിക്കുമ്പോൾ അതല്ല, അല്ലാഹു അല്ലാത്തവരോടും തേടാം എന്ന് സ്ഥാപിക്കാനാണല്ലോ നിങ്ങൾ കൊണ്ടുവരുന്നത്. അതാണ് മർമ്മം. റഹ്മാനായ റബ്ബിനോട് മാത്രമേ തേടാവൂ എന്ന് സൂറത്ത് ഫാത്തിഹയിലെ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ മുതൽ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് വരെയുള്ള ഖുർആൻ പഠിപ്പിച്ച ദുആകൾ, ദിക്റുകൾ, പ്രാർത്ഥനകൾ, അധ്യാപനങ്ങൾ, ആയത്തുകൾ വെച്ചുകൊണ്ട് റഹ്മാനായ റബ്ബിനോട് തേടാവൂ എന്ന് പറയുമ്പോൾ അതല്ല, റബ്ബല്ലാത്തോടും തേടാം, അമ്പിയാക്കളും തേടാം, ഔലിയാക്കളും തേടാം, കുത്തുബിയത്ത് ചൊല്ലാം, ഇത് സ്ഥാപിക്കാനാണല്ലോ വരുന്നത്. അത് എന്താ തെളിവുള്ളത്? ഒരാൾ ഖബറിൽ പോയി ഇങ്ങനെ ചെയ്തു. ആരാള് അതെനിക്ക് വിഷയമല്ല, അത് വിഷയം തന്നെയാണ്, അത് വിഷയം തന്നെയാണ്. ഒരാൾ ഖബറിൽ പോയി ചെയ്തു എന്നത് ഇസ്ലാമിൽ പ്രമാണമല്ല, ഇസ്ലാമിൽ പ്രമാണമല്ല, വിശിഷ്ട വിശ്വാസങ്ങൾക്ക് പ്രമാണമല്ല. ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസമായി ഇസ്തിഗാസയെ സ്ഥാപിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ അതിന് വ്യക്തമായ ആയത്ത് വേണം, വ്യക്തമായ ഹദീസ് വേണം.